JD സാറ് ഒരിക്കലും കുഞ്ഞിനെ ആ രീതിയിലൊന്നും സംശയിക്കത്തില്ല. പിന്നെ ജിഷ കൊച്ചിനെ വഴിക്ക് വെച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് അറിഞ്ഞേ പിന്നെ സാറിന് റോക്കിയെ സംശയമുണ്ട്. അത് പിന്നെ ആരായാലും സംശയിച്ചു പോകത്തില്ലയോ? റോക്കിയങ്കളി ചെയ്തത് വിവരക്കേട് ആ തന്നെയാ. മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് മറ പിടിച്ചു കൊടുക്കുന്ന വിഡ്ഢിത്തം. വിഡിത്തം മൂത്ത് കയ്യബദ്ധമായി കാണുമോ കുഞ്ഞ്? വെട്ടൊന്ന് തുണ്ടൻ രണ്ടെന്ന സ്വഭാവക്കാരനായിരുന്നില്ലയോ? സ്വഭാവമൊക്കെ മാറിയെന്ന് അമ്മാമ്മ പറഞ്ഞെങ്കിലും എനിക്കെന്തോ ഒരു വിശ്വാസക്കുറവ്. കുഞ്ഞിനെന്നതാ തോന്നുന്നത്? ഇല്ല, എന്റെ അറിവില് റോക്കിയങ്കളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് വേണ്ടി ഞാൻ ആവശ്യപ്പെടാതെ റോക്കിയങ്കൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കുഞ്ഞ് ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേങ്കിൽ കുഞ്ഞിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്നാ വേണമെങ്കിലും ചെയ്യാൻ മടിക്കാത്ത ഒരാളുണ്ട്, അമ്മാമ്മ. കുഞ്ഞിൻ്റെ കാര്യങ്ങൾ പലതും അമ്മാമ്മ റോക്കിയെ ഏൽപ്പിച്ചത്. ആ കൂട്ടത്തിൽ ആ കൊച്ചിൻ്റെ കാര്യവും. ഹേയ്, അമ്മമ്മയ്ക്ക് അതിനൊന്നും കഴിയില്ല എഴുതോ. ജിഷയ്ക്കൊന്നും പറ്റിയിട്ടുമില്ല. അവള് സുരക്ഷിതമായ കൈകളിൽ തന്നെ ഉണ്ടെന്ന ഇപ്പോഴും എന്റെ വിശ്വാസം. എന്റെ സാറേ, ഞാൻ ആ കൊച്ചിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ള ശരിയാ. അത് പക്ഷേ അവള് കാരണം എന്റെ മരുമകള് സങ്കടപ്പെടുന്ന കണ്ടിട്ടാ. അതിപ്പോ ആരായാലും അങ്ങനെയൊക്കെ ചെയ്തു പോകത്തില്ലയോ സാറേ? മരുമകളോട് സ്നേഹമുള്ള അമ്മാവനാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു പോകാം. പക്ഷെ താൻ അങ്ങനല്ലല്ലോ. മരുമകളെയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കാൻ താനും തന്റെ ഭാര്യയും കൂടി ചേർന്ന് കളിച്ച കളിയൊക്കെ എനിക്കറിയാം. അയ്യോ സാറേ, ഞങ്ങൾ എന്നാ ചെയ്തുന്നാ? ഞാനും എന്റെ ഗ്ലാഡിസും നാദ്ര മോളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. ദേ, ഞാനൊരല്പം മാന്യമായി സംസാരിച്ചെന്ന് വെച്ച് നീ എങ്ങോട്ട് അഭിനയിച്ച് തിമിർക്കല്ലേ. എന്റെ ലിസ്റ്റിൽ നീ ഇതുവരെ പെട്ടില്ലെങ്കിലും പോലീസ് കൈവച്ച് തഴമ്പിച്ച ശരീരമാണിതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി. എന്താ ശരിയല്ലേ? അല്ല, പണ്ട് ചില കമ്പനികളിലൊക്കെ പെട്ടുപോയിട്ടുണ്ട് സാറേ. പക്ഷെ ഇപ്പൊ ഞാൻ ഡീസന്റാ. കുറച്ചു കാലമായിട്ട് ഒരു പെറ്റി കേസ് പോലും എന്റെ പേരിലില്ല സാറേ. അതിനെല്ലാം കൂടെ ഈ ഒരു കേസ് മതിയല്ലോ. കോളേജ് കുമാരിയെ കിഡ്നാപ്പ് ചെയ്യുക, അതിനുശേഷം അവളെ എന്തൊക്കെ ചെയ്തു എന്ന് തെളിഞ്ഞിട്ട് വേണം നിന്റെ ഗ്രേഡ് തീരുമാനിക്കാൻ. അയ്യോ സാറേ, ചതിക്കല്ലേ. ആ കാര്യത്തിൽ ഞാൻ നിരപരാധിയാ. JD ആദരയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഞാനും ഗ്ലാഡിസും കൂടെ ചില കളികളൊക്കെ കളിച്ചു എന്ന് സാറ് പറഞ്ഞില്ലയോ? വേണമെങ്കിൽ അത് ഞാൻ ഏറ്റെടുത്തോളാം. ആർക്ക് വേണമെങ്കിൽ? അല്ല, അത് പിന്നെ വിഷമം കൊണ്ടാ സാറേ. എനിക്ക് മാത്രം കിട്ടേണ്ട ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വത്താ എന്റെ അമ്മച്ചി പണ്ടെങ്ങാണ്ട് ഒളിച്ചോടിപ്പോയ മകളുടെ പേർക്ക് തീർ എഴുതി കൊടുത്തിരിക്കുന്നത്. അവക്കാണെങ്കിൽ JDയുമായിട്ടുള്ള ബന്ധത്തിൽ കൊച്ചുങ്ങൾ ഉണ്ടാവത്തുമില്ല. അപ്പൊ പിന്നെ മറിയം കൊച്ചിന്റെ തറവാട് JDയുടെ തറവാട്ടുകാർ കൊണ്ടുപോകത്തില്ലയോ സാറേ? അതിന്റെ വിഷമം കൊണ്ട് ചെയ്തു പോയതാ സാറേ. അതാണെങ്കിൽ ആ ഗീത കയറി ഉഴപ്പിയത് കാരണം നടന്നിട്ടുമില്ല. അതെ, അത് നടക്കാത്തത് കാരണം JD സ്വന്തം മകളെ പോലെ സ്നേഹിക്കുന്ന ജിഷയെ വെച്ച് അതിലും വലിയൊരു കളി കളിച്ചു നോക്കാമെന്ന് വെച്ചു. അതല്ലേ സത്യം? അയ്യോ എന്റെ കർത്താവേ, എന്നാ ദൈവദോഷമാ സാർ ഈ പറയുന്നേ? എന്റെ സാറേ, ആ കൊച്ചിനെ കാണാതായതിനെ കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല എന്ന് ആണയിടുന്നതിന് പകരമാ ഗീതയുടെ അടുത്തേക്ക് ഗ്ലാഡിസിനെ അയച്ച കാര്യം ഞാൻ ഏറ്റു പറഞ്ഞത്. എന്നിട്ടിപ്പോ അതും ഇതും എല്ലാം കൂടി എന്റെ തലയിലോട്ട് വെച്ചു തരുവാണോ? നീ ഏറ്റു പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊണ്ട് പറയിപ്പിക്കാനുള്ള അടവൊക്കെ എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് അതിനൊന്നും നിൽക്കാതെ ബാക്കി കൂടെ പറയടാ. ഇല്ല സാറേ, ആ കൊച്ചിന്റെ കാര്യത്തിനെ കുറിച്ചാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അല്ലെങ്കിൽ തന്നെ സാർ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. JDയും നാദരയും തമ്മിൽ പിരിക്കണമെന്ന് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. അത് നടക്കണമെങ്കിൽ ആ കൊച്ച് അവിടെ ഉണ്ടാവുന്നതാ നല്ലത്. അപ്പൊ പിന്നെ ഞാൻ എന്നാത്തിനാ സാറേ കിഡ്നാപ്പ് ചെയ്യുന്നേ? എങ്കിൽ ജിഷയെ താൻ ഭീഷണിപ്പെടുത്തി എന്തിനാ? അത് വേറൊരു നമ്പറായിരുന്നു സാറേ. ഞാൻ ഭീഷണിപ്പെടുത്തിയ കാര്യം അവള് ചെന്ന് JDയോട് പറഞ്ഞ അയാൾക്ക് നാദ്രയോടുള്ള ദേഷ്യവും വാശിയും കൂടും. അങ്ങനെ വരുമ്പോ JD ആ കൊച്ചിനെ പറഞ്ഞു വിടത്തുമില്ല, നാദ്ര JDയുടെ അടുത്തേക്ക് തിരിച്ചു പോകത്തുമില്ല. പക്ഷെ എന്റെ സമയദോഷത്തിന് ആ കൊച്ച് അവളുടെ പാട്ടിനും പോയി നാദ്ര JDയുടെ അടുത്തും എത്തി. ഞാൻ ഈ കുരിശ് മുഴുവൻ ചുമക്കുകയും ചെയ്തു. താൻ ഈ പറഞ്ഞത് മുഴുവനും ഞാൻ അങ്ങ് വിശ്വസിച്ചൊന്നും കരുതണ്ട. ഇതൊരു ഒഫീഷ്യൽ എൻക്വയറി അല്ലാത്തതുകൊണ്ട് തൽക്കാലം താൻ പൊയ്ക്കോ. പക്ഷേ ജിഷയെ കണ്ടു കിട്ടുന്നത് വരെ എന്റെ പെർമിഷൻ ഇല്ലാതെ താൻ ഈ സിറ്റി വിട്ടു പോകരുത്. മനസ്സിലായോ? എന്നാ ചെല്ല്.
എന്താ സുഭാഷ്? ജയയെ ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിൽ കുറച്ച് ദിവസം അകത്തു വയ്ക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കില്ല. സംഭവത്തിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടും. അല്ല, ജയയുടെ മിസ്സിങ്ങിൽ അവന് പങ്കൊന്നുമില്ലെങ്കിൽ പിന്നെ? അങ്ങനെ ഉറപ്പിച്ചു പറയാനൊരു ചോദ്യം ചെയ്യലൊന്നും നടന്നിട്ടില്ലല്ലോ ഹമീദെ. പഠിച്ച കള്ളനാണെങ്കിൽ ഈ രീതിയിലല്ലാതെ തത്ത പറയും പോലെ പറയിപ്പിക്കാൻ എനിക്കറിയാം. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് അത് പറ്റില്ല. അതുകൊണ്ട് കുറച്ച് ദിവസം അവൻ രഹസ്യ നിരീക്ഷണത്തിലിരിക്കട്ടെ. കുറച്ച് ദിവസം എന്ന് വെച്ചാൽ? പേടിക്കണ്ട. ജയയെക്കുറിച്ചുള്ള അന്വേഷണം റോക്കിയെ നിരീക്ഷിക്കുന്നതിൽ ഒതുക്കും എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. രണ്ടും രണ്ടായി തന്നെ നടക്കും. അല്ല, റോക്കിയിലെ പ്രതീക്ഷയില്ലാത്ത സ്ഥിതിക്ക് ഇനി ഏത് വഴിക്ക് നീങ്ങും സുഭാഷ്? എൻ്റെ ഇപ്പോഴത്തെ സംശയം ആ കുട്ടി സ്വമേധയാ ഇറങ്ങി പുറപ്പെട്ടതായിരിക്കുമെന്ന. അങ്ങനൊരു മാനസികാവസ്ഥ അവൾക്കുണ്ടായിരുന്നല്ലോ. പക്ഷേ എങ്ങോട്ട്? ഏതെങ്കിലും ഒരു ലക്ഷ്യമില്ലാതെ അവള്? അതെ, ലക്ഷ്യമുണ്ടെങ്കിൽ സുരക്ഷിതയായിരിക്കുമെന്ന് കരുതാം. അല്ലെങ്കിൽ അവസാനം ട്രാജഡി തന്നെയായിരിക്കും. എന്നുവെച്ചാ? ഒരാവേശത്തിന് ഇറങ്ങി പുറപ്പെട്ടതാണെങ്കിൽ 17-കാരിയായ ഒരു പെൺകുട്ടിക്ക് നമ്മുടെ നാട്ടിൽ എത്ര നാൾ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും? ഒന്നെങ്കിൽ ഗത്യന്തരമില്ലാത്തൊരു ആത്മഹത്യ, അല്ലെങ്കിൽ സുഭാഷ്, ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു അനുഭവം വെച്ച് ഞാൻ പറഞ്ഞതാ. എൻ്റെ അഭിപ്രായത്തിൽ ഇത്തരം മിസ്സിംഗ് കേസ് ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് മറ്റൊന്നും ചിന്തിക്കാതെ മിസ്സായ ആളുടെ ഫോട്ടോയും ഡീറ്റെയിൽസും പത്രങ്ങളിലൂടെ അറിയിക്കുക എന്നുള്ളതാണ്. എന്നാൽ ജീവനോടെ ഉണ്ടെങ്കിൽ എവിടുന്നെങ്കിലും ആരുടെയെങ്കിലും കണ്ണിൽ പെട്ടോളൂ. അല്ല, അതിപ്പോ ഈ കേസിൽ അങ്ങനെ ചെയ്താൽ ഉണ്ടാവുന്ന മറ്റ് പ്രയാസങ്ങൾ എനിക്ക് മനസ്സിലാവും. എന്നാലും അതൊക്കെ മാറ്റിവെച്ച് സ്വതന്ത്രമായൊരു അന്വേഷണത്തിനെങ്കിലും നമ്മൾ ഇനി മുതിരേണ്ടതുണ്ട്. നിങ്ങൾക്ക് ആ കുട്ടിയുടെ മാനവും ജീവനും കാക്കണമെന്നുണ്ടെങ്കിൽ. ഒരാള് മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞാ ആദ്യം അറിയിക്കേണ്ടത് പോലീസിലാ. ആളെ കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ. അതല്ല ഇതും ഒരു നാടകത്തിന്റെ ഭാഗമാണെങ്കിൽ ഒന്നും വേണമെന്നില്ല. എന്താ ഒന്നും മിണ്ടാത്തെ? ജിഷയുടെ മിസ്സിംഗ് എന്തുകൊണ്ട് പോലീസ് എൻക്വയറിക്ക് വിടുന്നില്ല എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഒരു പെൺകുട്ടിയുടെ ഭാവി ജീവിതം തകർക്കാൻ താല്പര്യമില്ല. അതില്ലാതെ തന്നെ അവളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഞാൻ. പക്ഷേ അന്യായ ഒരു പെൺകുട്ടിയുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയേക്കാൾ ഇപ്പൊ നമുക്ക് ആവശ്യം അവളെ വേണ്ടപ്പെട്ടവരുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കുന്നതല്ലേ? രണ്ടും ഒരുപോലെ ഉത്തരവാദിത്തപ്പെട്ടതായിട്ടാണ് ഞാൻ കാണുന്നത്. ഓ, ജീവിതകാലം മുഴുവൻ അവളുടെ ചുമതല സ്വയം തലയിലേറ്റി വെച്ചിരിക്കുകയാണല്ലോ. പക്ഷേ അതിന്റെ പേരിൽ എന്നെയും എന്റെ കുടുംബത്തെയും കരി തേച്ച് കാണിക്കാൻ ഞാൻ ഇനി സമ്മതിക്കുമെന്ന് കരുതണ്ട. ആരുടെ മുഖം രക്ഷിക്കാനാ നീ പാടുപെടുന്നത്? പെറ്റമ്മയുടെ പിറകെ കൊലയാളിയുടെ മനസ്സുമായി നടന്ന റോക്കിയുടെയോ? പകരം ഞാൻ മറ്റൊന്ന് ചോദിക്കട്ടെ. ജിഷയുടെ കാര്യത്തിൽ പോലീസ് എൻക്വയറി വേണ്ടാന്ന് വെച്ചത് സ്വന്തം കൈകളിൽ തന്നെ വിലങ്ങ് വീഴുമെന്ന് കരുതിയിട്ടല്ലേ? മനസ്സിലായില്ല. സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിച്ചു നോക്കിയാല് ഉത്തരം കിട്ടും. ഇല്ല, നിന്റെ ഭാവനാ സൃഷ്ടികൾക്ക് ഉത്തരവൊന്നും എന്റെ മനസ്സിലുണ്ടാവില്ല. അത്രത്തോളം തരം താഴാൻ എനിക്ക് പറ്റില്ല. ശരിയാ, ഞാൻ തരം താണു പോയി. പക്ഷെ എങ്ങനെ? എന്നെ കാണുമ്പോ നിങ്ങളെ വിശ്വസിച്ച് ഞാൻ ഇറങ്ങി വരുമ്പോ നാദർ എങ്ങനെയൊക്കെയായിരുന്നോ? അതും കൂടി നിങ്ങൾ പറയണം. പറഞ്ഞേ പറ്റൂ. മതി. നിന്റെ ഈ പരിഹാസ്യമായ മാറ്റത്തിന് കാരണവും ഞാൻ തന്നെ ഏറ്റെടുക്കണമെന്നല്ലേ? അതെ, സ്നേഹിച്ച മനസ്സുകൊണ്ട് ദ്രോഹിച്ചും താങ്ങിയ കരം കൊണ്ട് തന്നെ തള്ളിയും എന്നെ ഞാൻ അല്ലാതാക്കിയത് നിങ്ങൾ തന്നെയാ. എനിക്കറിയില്ലായിരുന്നു വെറുക്കാൻ, എനിക്കറിയില്ലായിരുന്നു ശപിക്കാൻ. ചതിയും പകയൊക്കെ ഞാൻ പഠിച്ചത് നിങ്ങളിലൂടെ മാത്രമാ. ശരി, സമ്മതിച്ചു. നിന്നെ കൈക്കൊണ്ടതിന്റെ ശിക്ഷയായി നീ ചുമത്തുന്ന കുറ്റങ്ങളൊക്കെയും തലയിലേറ്റിയാലെങ്കിലും ഇത്തിരി സ്വസ്ഥത തരുമെങ്കിൽ സമ്മതിച്ചു. നിന്റെ എല്ലാ മാറ്റങ്ങളുടെയും നാശങ്ങളുടെയും കാരണം ഞാൻ തന്നെ. ഇനിയെങ്കിലും എന്നെ വെറുതെ വിട്ടൂടെ? വിടാനോ? ഞാനോ? ഇല്ല, മരിക്കുന്നത് വരെ ഈ മുന്നിൽ തന്നെ ഉണ്ടാവും ഞാൻ. ഇല്ലെങ്കിൽ എന്നെ ഇറക്കി വിട്. അതിന് ധൈര്യമുണ്ടോ നിങ്ങൾക്ക്?
ഒരു മനുഷ്യനെ ഇത്രമാത്രം നിസ്സഹായനാക്കരുത്. സഹനത്തിന്റെ അവസാനം എന്തു ആവാം, അവിടേക്ക് എന്നെ എത്തിക്കരുത് ദയവേത്. ഹലോ. ആ, എന്താ അമ്മമ്മേ? ഓ, അത് ശരി. ഇല്ല മമ്മേ, ഞാനൊന്നും അറിഞ്ഞില്ല. അറിയാതിരിക്കാനാവുമല്ലോ അന്വേഷണം രഹസ്യമാക്കിയത്. എന്തായാലും വിശദമായ കാര്യങ്ങൾ അറിഞ്ഞ ശേഷം ഞാൻ അമ്മമ്മയെ അങ്ങോട്ട് വിളിക്കാം. ശരി. കൊള്ളാം. നിങ്ങളുടെ കുട്ടി നാളെ തിരിച്ചു വന്ന അവളുടെ ഭാവിക്ക് ഒരു ഒളിച്ചോട്ടക്കാരിയുടെ ബ്ലാക്ക് മാർക്ക് വീടരുത്. എന്നാൽ അതിന്റെ പേരിൽ എന്നോടുള്ള പക എന്റെ അങ്കിളിനോട് തീർക്കുകയും വേണം. ഒടുവില് അതിന് പോലീസിന്റെ സഹായം തന്നെ തേടിയല്ലേ? സ്വയം കണ്ണടച്ചിരുട്ടാക്കിയ ലോകം മുഴുവൻ ഇരുട്ടിലാകുമെന്ന് ധരിക്കരുത്. ജിഷയുടെ മിസ്സിംഗ് പോലീസ് എൻക്വയറിക്ക് വിടണമെന്ന് ഞാൻ പറഞ്ഞത് എന്റെയും റോക്കി അങ്കിളിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയാ. പക്ഷെ അതിനു മുൻപ് അത് നിങ്ങൾ വ്യക്തിവൈരാഗ്യം തീർക്കാനുള്ള ആയുധമാക്കി മാറ്റി. എന്റെ അങ്കിളിനെ അവർ ചോദ്യം ചെയ്തു. അടുത്ത ഇര ഞാനായിരിക്കും അല്ലേ? അല്ല, ജിഷയുടെ കാര്യത്തിന് ഞാൻ ഇതുവരെ പോലീസിനെ സമീപിച്ചിട്ടില്ല. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം. ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ അറിയാതെ അത് സംഭവിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാ. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. പോലീസ് റോക്കിയെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ടാവും. നീ എന്തിനാ അതിന് എന്റെ മുന്നിൽ കിടന്നുള്ളുന്നേ? പോലീസ് അന്വേഷണമാണെങ്കിൽ അത് പരസ്യമായിട്ട് തന്നെ വേണം, അല്ലാതെ രഹസ്യമായ പകപോക്കലാവരുത്. ഇത് തുടരാൻ തന്നെയാ ഭാവമെങ്കില് ജിഷയുടെ മിസ്സിംഗ് ന്യൂസ് ഞാൻ പുറത്തു കൊണ്ടുവരും. മാധ്യമങ്ങളിൽ പരസ്യം വരെ നൽകിക്കൊണ്ടുള്ള പബ്ലിക് എൻക്വയറിക്ക് മറ്റൊരു പെറ്റീഷൻ ഞാൻ പോലീസിന് നൽകും. ജിഷയുടെ കാര്യത്തിൽ ഇതൊക്കെ ചെയ്യാൻ നിനക്കെന്ത് അധികാരം? നീ അവളുടെ ആരാ? അവളെ കാണാതായ വാർത്ത രഹസ്യമാക്കി വെക്കാൻ നിങ്ങൾക്കാരാ അധികാരം തന്നത്? കുറച്ചുനാൾ സംരക്ഷിച്ചു എന്നല്ലാതെ വേറൊരു അവകാശമൊന്നുമില്ലല്ലോ. ഉണ്ടെങ്കില് ആദ്യം അത് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കും. ഉണ്ടാവില്ല. 1000 കള്ളങ്ങൾ കൊണ്ട് മൂടി വെച്ച സത്യം ഒറ്റ വാക്കിൽ പുറത്തെടുക്കാൻ പ്രയാസം കാണും. പക്ഷേ അത് പറയാതെ നാദിറയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനാവോന്ന് കരുതണ്ട. See, let's put things straight. മനസ്സിൽ എന്താന്ന് വെച്ചാൽ തുറന്നു ചോദിക്കേ, ഉത്തരം പറയാം. എന്താ നിനക്ക് അറിയണ്ടേ? ചോദിക്കേ. ചോദിക്കും. എന്റെ തിരിച്ചുപോക്ക് ഞാൻ തീരുമാനിക്കുന്ന ദിവസം ചോദിക്കും. അതുവരെ ഞാൻ കാത്തിരിക്കും നിങ്ങളിൽ നിന്നത് കേൾക്കാൻ. എന്ത്? അമ്മച്ചി എന്നാത്തിനാ വെറുതെ നാദിറെ വിളിച്ച് പറഞ്ഞത്? ജേഡിയ എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചെന്ന് അറിഞ്ഞ അവക്ക് സഹിക്കൂ. ഇനി അതിന്റെ പേരിൽ അവിടെ വല്ല കശപിശ നടക്കുമെന്ന എന്റെ പേടി. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ ചായ? ജേഡിക്ക് പിന്നെ എന്തു ആവാന്നുള്ള നില വരത്തില്ലയോ? നാദിറെ അറിയിച്ചേക്കാൻ അമ്മച്ചിയോട് ഞാനാ പറഞ്ഞത്. പോലീസ് ഇച്ചായനെ വിളിച്ച് ചോദ്യം ചെയ്ത പോലെ നാദിറയും ചോദ്യം ചെയ്തില്ലെന്ന് എന്നതാ ഒരു ഉറപ്പ്? എങ്ങനെയെങ്കിലും നാദിറ ഒഴിഞ്ഞു പോട്ടെ എന്ന് വെച്ച് അയാൾ അതും ചെയ്യത്തില്ലയോ? അത് ശരിയാ. അപ്പൊ വിളിച്ചു പറഞ്ഞത് നന്നായി അമ്മച്ചി. ഒരു സൂചന കിട്ടിയ നിലയ്ക്ക് അവള് കരുതിയിരുന്നോളൂ. എന്നാ കരുതിയിരുന്നാലും പോലീസ് വന്നാ പോകാതിരിക്കാൻ ഒക്കുവോ റോക്കി? അങ്ങനെ ഒരു ദുർവിധി കൂടി ഉണ്ടായാൽ എന്റെ മോള് തകർന്നു പോകത്തില്ലയോ? നാദിറയോട് അങ്ങനെ അപമര്യാദയായിട്ടൊന്നും പോലീസ് പെരുമാറത്തില്ല. പിന്നെ സ്വന്തം ഭർത്താവിന്റെ പരാതി പ്രകാരം തന്നെ പോലീസ് ചോദ്യം ചെയ്യാന്നൊക്കെ പറഞ്ഞാ അതൊരു മാനക്കേട് തന്നെയാ. എന്നതാ റോക്കി ഇതിനൊരു പരിഹാരം? ഇനി എന്നാ പരിഹാരമാ? ഇവിടുന്ന് അവളെ രണ്ടിലൊന്നും അറിയാതെ വിടാൻ പാടില്ലെന്ന് അമ്മച്ചിയോട് ഞാൻ പറഞ്ഞല്ലയോ? ഇവിടെ വന്ന് അവളെ ഒരുത്തരും ഒന്നും ചെയ്യത്തില്ലായിരുന്നു. അവളുടെ മേൽ കൊലക്കുറ്റം ചുമത്തി കൊണ്ടുപോകാൻ വന്നാലും ആ കുറ്റം ഞാൻ അങ്ങ് ഏറ്റെടുത്താ പോരായോ? പറ്റിപ്പോയി റോക്കി. അവള് നിർബന്ധം പിടിച്ചപ്പോ ഞാൻ അതങ്ങ് സമ്മതിച്ചു പോയി.
ഇനിയിപ്പോ അമ്മച്ചി തന്നെ മനസ്സ് വെച്ച് വല്ല വിധേന അവളെ ഇങ്ങി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്ക്. ഇല്ലയോ ചായ? ഉം. അവിടെ എന്നതായാലും അവൾ സുരക്ഷിതയല്ല. പോലീസ് ചിലപ്പോ മാന്യമായിട്ട് ചോദ്യം ചെയ്തിട്ട് അങ്ങ് വിട്ടേക്കും. പക്ഷേ ജേഡി തന്നെ അവളെ വല്ലതും ചെയ്താലോ? അല്ല, ഒറ്റപ്പെട്ടൊരു വീടാ, മുമ്പിലാണെങ്കിൽ കുത്തി ഒഴുകുന്ന ഒരു പുഴയും. എന്റെ കർത്താവേ. റോക്കെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചെന്നാ നാദർ കരുതിയിരിക്കുന്നു. സത്യത്തിൽ നമ്മളറിയാതെ ജിഷയുടെ കാര്യത്തിൽ ഇത്രമാത്രം താല്പര്യം എടുത്തത് ആരായിരിക്കാം? അത് ചിലപ്പോൾ ജിഷയുടെ അമ്മ തന്നെ ആരെക്കൊണ്ടെങ്കിലും. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ സാർ. അവരെങ്ങനെ റോക്കിയുടെ കാര്യം പറഞ്ഞു? അത് ജിഷ മിസ്സിംഗ് ആയ വിവരം അറിയിക്കാൻ ചെന്നപ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു. എന്തായാലും പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും മുമ്പ് അവർക്ക് നമ്മളോട് കൂടി ഒന്ന് ആലോചിക്കാമായിരുന്നു. ഒരുമിച്ച് കംപ്ലൈൻറ്റ് ചെയ്തായിരുന്നു നല്ലത്. ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് ജിഷ താമസിക്കുന്നതും മിസ്സിംഗ് ആയതും എൻ്റെ വീട്ടിൽ നിന്നായതുകൊണ്ട് പോലീസിന് അതൊരു വേണ്ടാത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇല്ല സാർ, സാറിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ യാതൊരു പരാതിയും അവർ നൽകില്ല. ദാറ്റ്സ് ഫോർ ഷുവർ. എന്നാലും റോക്കിയെ ചോദ്യം ചെയ്ത സ്ഥിതിക്ക് ചിലപ്പോൾ നാദറയെ തേടിയും പോലീസ് വന്നേക്കാം. അതെ, അത് ചിലപ്പോൾ സംഭവിക്കാം. ഒരു കണക്കിന് അതൊരു ആവശ്യമല്ലേ സാർ? അത്രയ്ക്ക് വെറുപ്പായിരുന്നില്ലേ ജിഷ അവർക്ക്? അതൊക്കെ ഉണ്ടാവാം. പക്ഷേ ജിഷയുടെ മിസ്സിങ്ങിൽ നാദറയ്ക്ക് പങ്കൊന്നും ഉണ്ടാവില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ അവൾ ചോദ്യം ചെയ്യപ്പെടാനും പാടില്ല, കാരണം അത് ബാധിക്കുക തന്നെയായിരിക്കും. അതിപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായ അതിനു മുമ്പ് നമുക്ക് തടയണം. എന്ന് വെച്ചാൽ പോലീസിനെ സ്വാധീനിക്കണമെന്നാണോ? അല്ല, നമുക്ക് ജിഷയുടെ അമ്മയൊന്ന് കണ്ടാലോ? അല്ല, അവരാണല്ലോ പരാതി കൊടുത്തത്. എന്നെ വിശ്വാസമുണ്ടെങ്കിൽ നാദറെ അവിശ്വസിക്കരുതെന്ന് ഞാൻ അവരോട് പറയാം. മനു, എനിക്ക് അവരൊന്ന് കാട്ടിത്തന്നാൽ മതി. നമുക്കിപ്പോൾ തന്നെ അങ്ങ് പോയാലോ? അത് വേണ്ട സാർ, അത് ശരിയാവില്ല. ബൈ. അത് പിന്നെ ആ സ്ത്രീ മകളെ കാണാതായതിനു ശേഷം മെൻ്റലി കുറച്ച് അപ്സെറ്റാണ് സാർ. ചിലപ്പോൾ സാറിനെ കണ്ട വയലൻ്റ് ആയെന്നും വരും. അതുകൊണ്ട് ജിഷയെ കണ്ടെത്തിയ ശേഷം സാർ അവളെയും കൊണ്ട് അവരുടെ മുമ്പിൽ ചെല്ലുന്നതാണ് നല്ലത്. അപ്പോൾ എൻ്റെ കൈകളിലൂടെ ഒരു കുട്ടിയെ നഷ്ടപ്പെടുക മാത്രമല്ല, ഒരു അമ്മയുടെ സമനിലയും കൈമോശം വന്നിരിക്കും. ജിഷയെ തിരിച്ചേൽപ്പിച്ച് അവരുടെ മനസ്സിനെ നേരെയാക്കാൻ എനിക്ക് പറ്റുമായിരിക്കുമല്ലേ? പറ്റണം സാർ, അത് സാറിൻ്റെ കടമയാണ്. അതിനുവേണ്ടി എന്ത് വില കൊടുക്കേണ്ട വന്നാലും സാർ അതിന് തയ്യാറാവണം.